യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ ചില വാക്യങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സകലതും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. 14-ാം വാക്യം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായ തേജസ്സായി കണ്ടു. നമ്മുടെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എനിക്ക് നിശ്ചിത സമയം തന്നിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ ഞാൻ ഇരിക്കും. ഈ ധന്യസമയത്ത് ഈ ഗ്രൗണ്ടിൽ നിങ്ങളുടെ ഒപ്പമായിരിക്കാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ നൽകിയ ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുവാൻ പ്രിയ ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ ഭാരവാഹികൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വളരെ നന്ദി പറയുന്നു. അതുപോലെ മറ്റെല്ലാവർക്കും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇന്ന് രാത്രിയിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസനെ ഓർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. നല്ല പാട്ടുകൾ കേൾക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഈ 100 വർഷം കഴിഞ്ഞ ഈ സാഹചര്യത്തിൽ ഒത്തിരി അനുഭവങ്ങൾ നിറഞ്ഞ പറയാനുള്ള വാഗ്ദത്തങ്ങൾ പൂർത്തീകരിച്ച സഭയാണ് ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലി ട്രസ്റ്റ്. ചരിത്രം നിങ്ങൾക്ക് അല്പമെങ്കിലും അറിയാമായിരിക്കും. മുട്ടയ്ക്കാട് കുടുംബം ഇന്ന് ലോകമറിയുന്ന കുടുംബമാണ്. എൻ്റെ ബാല്യകാലം മുതൽ ഈ കുടുംബമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഇതിൻ്റെ പ്രസിഡൻ്റായ പാസ്റ്റർ സ്റ്റീഫൻ മുട്ടയ്ക്കാട്, അദ്ദേഹത്തെ എൻ്റെ ബാല്യപ്രായത്തിന് കാണാൻ സംസാരിപ്പാനൊക്കെ ദൈവം അവസരം തന്നു. അവിടെ മക്കൾ പ്രിയ ശോഭിയണ്ണൻ കുടുംബം, അവിടെ മഹൻ ഷെറിൻ ഇന്ന് ഇവിടെ ആയിരുന്നു കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ബാമയണ്ണൻ, അതുപോലെ കനഹ അണ്ണൻ, വിക്ടർ, സഹോദരി നിർമ്മല, ഇവരെല്ലാം എനിക്ക് ബന്ധമുണ്ട്. പ്രിയ ഇന്ന് ഇപ്പോൾ അവർ ഓൺലൈനിൽ കൂടെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. ഞാൻ വളരെ നന്ദിയോടെ അവരെ സ്മരിക്കുകയാണ്. ചിക്കാഗോയിലും ന്യൂയോർക്കിലും എന്നെ ആദരിച്ചൊരു കുടുംബമാണ് സഹോദരി നിർമ്മല, പാസ്റ്റർ ജോൺസൺ അവരുകൾ. വളരെ സന്തോഷത്തോടെ എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയും, വളരെ മിഷണറിമാരെ സഹായിക്കുന്ന ഒരു കുടുംബമാണ്. ഇന്ന് രാത്രിയിൽ ഇത് ദൈവത്തിൻ്റെ ഒരു അത്ഭുതമെന്ന് പറയാം. നൂറ്റാണ്ടിന് മുമ്പ് അഥവാ 100 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഷെഡിൽ, ഒരു പ്ലാവിൻ്റെ മൂടുന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അവിടെ പ്രിയ അമ്മച്ചി ലോയിസ് അമ്മച്ചി തൻ്റെ ഭർത്താവിൻ്റെ സൗഖ്യത്തോടനുബന്ധിച്ച് ഒരു പ്രാർത്ഥന ആരംഭിപ്പാനിടയായി. ദൈവജനം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്ന് കൈയടിച്ച് സ്തോത്രം പറയും. അത്രേ അവർക്കറിയാം. പാട്ട് പാടും, ബൈബിളിലൊരു ഭാഗം വായിക്കും. അതിനെ ലീഡ് ചെയ്യുന്നത് പാസ്റ്റർ സ്റ്റീഫൻ അവരുകളായിരുന്നു. ഇങ്ങനെ ആരാധന പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പാലപ്പൂർ സ്റ്റീഫൻ എന്ന് പറയുന്ന എൻ്റെ പിതാവ് ആ ഭാഗത്ത് ഒരു നായർ ദൈവപൈതലായതുകൊണ്ട് പ്രസംഗിക്കാൻ വന്നതുകൊണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായിട്ടാണ് എൻ്റെ പിതാവ് പോയത്. അങ്ങനെ ആരാധന നടന്നുകൊണ്ടിരിക്കുന്നു. 9 ദിവസം കഴിഞ്ഞു. 10ാമത്തെ ദിവസം എൻ്റെ പിതാവ് ചെന്ന് പുറകിലിരിക്കുകയായിരുന്നു. അന്ന് താനൊരു ഹൈന്ദവ പൂജ കർമ്മങ്ങൾ ചെയ്ത് ജ്യോതിഷം, വൈദ്യം, മാന്ത്രികം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്ത് വെള്ളായണി കായലിൻ്റെ തീരത്തിൽ 16 അമ്പലങ്ങൾ വച്ച് ആരാധിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. തൻ്റെ 13ാമത്തെ വയസ്സിൽ പട്ടാഭിഷേകം സ്വീകരിച്ച് ഇതൊക്കെ പഠിച്ച്
വലിയപ്പച്ചൻ്റെ മരണത്തോടു കൂടെ ഈ ശുശ്രൂഷ ഏറ്റെടുത്ത് എങ്കിലും തൻ്റെ ഉള്ളിൽ ഒരു സത്യത്തെ അന്വേഷിക്കണമെന്ന് ഒരു വാദമുണ്ടായിരുന്നു. അന്ന് ടി സ്റ്റീവൻ സാറും അവിടെ സഹോദരൻ തങ്കയ്യൻ വാദ്യാർ സാറും ഒക്കെ ദേശങ്ങൾ കയറിയിറങ്ങി പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ പ്രിയ ടി സ്റ്റീവൻ അവറുകൾ തങ്കയ്യ സാറുമായി കടന്നു വന്നു. തമ്മിൽ തർക്കിക്കാൻ തുടങ്ങി. എൻ്റെ പിതാവ് രാമായണവും ഭാഗവതവും ഒക്കെ വായിച്ചു, അവരും തർക്കിച്ചു. അവസാനം അവർ പോകുന്ന സമയത്ത് ഒരു വാക്കിനെ പറഞ്ഞു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആരും സ്വർഗത്തിൽ പിതാവിൻ്റെ അടുക്കൽ എത്തുകയില്ല. നിങ്ങളുടെ ദേവന്മാർ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പിതാവിൻ്റെ വാക്കുകൾ മുട്ടിപ്പോയി. എങ്കിലും താൻ സമർപ്പിപ്പാനോ എതിർക്കാനോ പോയാതെ ഉണ്ടാതിരുന്നു. അന്ന് മുതൽ ഒരു സത്യാന്വേഷണം തൻ്റെ ഉള്ളിലേക്ക് വ്യാപരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയാണ് ഈ കൃഷ്ണൻ എന്ന് പറയുന്നയാള് ഈ ഷെഡിൽ പ്രസംഗിക്കാൻ വന്നതെന്ന് അറിഞ്ഞതുകൊണ്ട് താൻ അവിടേക്ക് കടന്നു പോയത്. ടി സ്റ്റീവൻ സാറ് അവരുകളാണ് ആരാനും ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഗ്രൂപ്പെല്ലാം പുറകിൽ വന്നിരുന്നു എന്നറിഞ്ഞ് സാറ് പറഞ്ഞു, കഴിഞ്ഞ 9 ദിവസം ദൈവം നമുക്ക് അത്ഭുതങ്ങളെ ചെയ്തു, ഇത് 10ാം ദിവസമാണ്. അതുകൊണ്ട് അത്ഭുതങ്ങൾ ചെയ്ത ദൈവത്തിന് മഹത്വം കരേറ്റാമെന്ന് പറഞ്ഞ് കരങ്ങളെ തട്ടി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ പിതാവ് പുറകിലിരുന്നു. തൻ്റെ കണ്ണ് പെട്ടെന്നൊന്ന് അടഞ്ഞു. താൻ കാണുന്നൊരു കാഴ്ച, ആകാശത്തിന് ഭൂമിക്കും മധ്യയായി തേജോവന്നനായ ഒരു ദൈവം ക്രിസ്തു ഇങ്ങനെ രക്തധാരിയായി നിൽക്കുന്ന ഒരു കാഴ്ച താൻ കാണുകയാണ്. തൻ്റെ കണ്ണ് തുറക്കാൻ കഴിഞ്ഞില്ല, എങ്കിലും ബലമായി കണ്ണ് തുറന്നു. കണ്ണ് തുറന്നപ്പോൾ ജനങ്ങളിങ്ങനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. പെട്രോമാക്സ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ അവർ ആരാധിക്കുന്നു. മറ്റൊന്നും തനിക്ക് കാണാൻ കഴിയുന്നില്ല. തൻ്റെ കണ്ണ് വീണ്ടും അടഞ്ഞു. താൻ കാണുന്നൊരു ദർശനം ഇതാണ്, തേജോമനായ കർത്താവ് തേജസ് കൊണ്ട് മൂടപ്പെട്ടവനായി ശരീരം മുഴുവൻ രക്തവും ഒഴിപ്പിച്ചുകൊണ്ട് ആ ക്രൂശിൽ നിന്നൊഴുകിയ രക്തത്തോടുകൂടെ തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് എൻ്റെ പിതാവിനോട് പറഞ്ഞു, മകനെ, ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു, നീ എനിക്ക് വേണ്ടി ജീവിക്കണം. അനേക വർഷങ്ങൾ വ്രതമെടുത്തവൻ, അതിരാവിലെ എഴുന്നേറ്റ് ഭാവോഹം ഭാവകർമ്മോഹം ഭാവസംഭവ മത്സമോ പാതകി നാസ്തി തൊത്സമോ നാസ്തി പാവക ഇത് കർത്താവ് ദേവ തഥാ യോഗ്യമെന്ന് പാടി, ഞാൻ പാപിയാണ്, എൻ്റെ കർമ്മങ്ങൾ മുഴുവനും പാപത്താൽ നിറഞ്ഞതാണ്, എന്നെപ്പോലൊരു പാപിയില്ല, നിന്നെപ്പോലൊരു പാപ പരിഹാരിയില്ല, സകല യജ്ഞങ്ങൾക്കും അധിപനായിരിക്കുന്ന ഈശ്വര, ഈ പാവമയമായ ജീവിതത്തിൽ തന്നെ ത്രാണനം ചെയ്താലും രക്ഷിച്ചാലും വർഷങ്ങൾ മാസങ്ങൾ ദിവസങ്ങൾ പാടിയിട്ട് ഇതുവരെ ഒരു മറുപടി കിട്ടാതിരിക്കുമ്പോൾ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന യേശു പറഞ്ഞു, ഞാൻ നിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു, നീ എനിക്ക് വേണ്ടി ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ വാക്കിന്റെ മുമ്പിൽ തൻ്റെ കണ്ണുകൾ അടഞ്ഞു. താൻ അവിടെ കിടന്ന് ഉരുളാൻ തുടങ്ങി, കൈയിട്ടടിക്കാൻ തുടങ്ങി. മണിക്കൂറോളം ഉരുണ്ടുരുണ്ട് തൻ്റെ പാപങ്ങൾ ഓരോന്നോരോന്നായി ഏറ്റുപറഞ്ഞു. ചില മണിക്കൂർ കഴിഞ്ഞിട്ട് താൻ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് പറഞ്ഞു, ഞാൻ ഇന്ന് യേശുവിനെ കണ്ടു, ഞാൻ ഇന്ന് യേശുവിനായി ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. അന്ന് ആരംഭിച്ച ഒരു ആത്മീക ശുശ്രൂഷ 100 വർഷം വരെ നിലനിൽക്കുവാൻ ദൈവമൊരുക്കിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. തുടർന്ന് ഈ കയ്യടി മാത്രമല്ല, സ്തോത്രം പറയുന്നത് മാത്രമല്ല, 58ാമത്തെ ദിവസം പരിശുദ്ധാത്മാഭിഷേകത്താൽ എൻ്റെ പിതാവ് നിറഞ്ഞു, കൃപാവരങ്ങൾ ജ്വലിച്ചു. പ്രിയ സാറും എൻ്റെ പിതാവും കൂടെ തെക്കൻ തിരുവിതാംകൂറിൽ അനേക ഗ്രാമങ്ങളിൽ പ്രാർത്ഥനയോടുകൂടെ കടന്നു ചെന്ന് ഭവനങ്ങൾ സന്ദർശിച്ച്
രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആത്മീയ ശുശ്രൂഷ ആരംഭിപ്പാൻ ദൈവം ഭാഗ്യമൊരുക്കി. 1946 നെയ്യാറ്റിൻകരയിൽ വെച്ച് 43 പേര് സ്നാനപ്പെട്ട് ഈ ചരിത്രം അഭിഷേകത്തിന്റെയും സത്യസുവിശേഷത്തിന്റെയും ശുശ്രൂഷ ആരംഭിപ്പാൻ ഇടയായി തീർന്നു. വേദപുസ്തകം പഠിക്കുമ്പോൾ അന്ധകാരത്തിൽ കിടന്ന ഒരു മനുഷ്യൻ, അന്യദേവന്മാരെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ ദൈവം തെരഞ്ഞെടുത്ത് അവന് തേജോമനായ ദൈവം വെളിപ്പെട്ടു. എന്നിട്ട് ദൈവം അവന്റെ കൽപ്പന പഠിപ്പിച്ചു. 105-ാം സങ്കീർത്തനം 10-ാം വാക്യം പറയുമ്പോൾ അബ്രഹാമിന് അവന്റെ നിയമത്തെ പഠിപ്പിച്ചു. തേജോമനായ ദൈവത്തിന്റെ സാന്നിധ്യം അവനെ വിളിച്ച് നിത്യദൈവം പഠിപ്പിച്ചു. There is everlasting law. വേദപുസ്തകത്തിൽ 10 കൽപ്പനയുണ്ട്. ഫാമിലി ലോ എന്ന് പറയുന്നൊരു നിയമമുണ്ട്. അതില് ഒന്നാമത്തെ ഫാമിലി ലോയിൽ 81-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്നത് നിന്റെ ബലമായ ദൈവത്തെ ഘോഷിക്കുക എന്നുള്ളതാണ്. There are 5 elements of that law. 5 കാര്യങ്ങളാണ് പറയുന്നത്. 1, ബലമായ ദൈവത്തിനെ ഘോഷിക്കണം. 2, ആർപ്പിടണം. 3, സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കണം. 4, സംഗീതം മുഴക്കണം. 5, അമാവാസിയിലും പൗർണമാസിയിലും കാഹളമൂതണം. ഇതാണ് എവർലാസ്റ്റിംഗ് ലോയായി അബ്രഹാമിനെ പഠിപ്പിച്ചത്. ഈ ദേശത്ത് ആരാധനകൾ ഒത്തിരി ഉണ്ടെങ്കിലും മുട്ടക്കാട് ആ പ്ലാവിന്റെ മൂട്ടിൽ ഓല ഷെഡിൽ ദൈവം തമ്പുരാൻ തന്റെ മക്കൾക്ക് ആരാധനയുടെ മഹത്വം വെളിപ്പെടുത്തി കൊടുത്തു. തലമുറയായി ആരാധിപ്പാൻ ദൈവം പഠിപ്പിച്ചു. ഏത് കുടുംബങ്ങൾ, ഏത് പ്രസ്ഥാനങ്ങൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുമോ, ബലമായ ദൈവത്തിന് ആർപ്പിടുമോ, അവിടെയാണ് ദൈവപ്രസാദം വരുന്നത്. മറഞ്ഞു കിടന്ന ഈ വെളിപ്പാട് അന്ധകാരത്തിൽ കിടന്ന അബ്രഹാമിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. തലമുറകൾ. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. അബ്രഹാമിന്റെ കൊച്ചുമോനാണ് ജോസഫ്. നമുക്ക് 81-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് അബ്രഹാമിന്റെ കൊച്ചുമോനായ യാക്കോബ് തന്റെ മകനായ ജോസഫിനെ അനുഗ്രഹിച്ച് ഓർഡിനേഷൻ ചെയ്ത് 4-ാം വാക്യം പറഞ്ഞ് 4-5 വാക്യം വായിക്കുമ്പോൾ ദൈവം യാക്കോബ് അവനെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അപ്പൂപ്പൻ പഠിപ്പിച്ച പ്രമാണം പഠിപ്പിച്ച് അവനെ മിസ്രൈമിലേക്ക് അയക്കുന്നതായി കാണുന്നു. എന്നിട്ട് പറയും ദിസ് ഈസ് ദ ലോ, ദിസ് ഈസ് എ കമാൻഡ്മെന്റ്. ഈ നിയമത്തിൽ നിന്നാൽ നീ ഒരിക്കലും തകർന്നു പോകത്തില്ല. ജോസഫിന് പൊട്ടക്കുഴി വന്നു, ജയിലറ വന്നു, പ്രതികൂലങ്ങൾ അനവധി വന്നു. പക്ഷെ അപ്പൻ പഠിപ്പിച്ച പ്രമാണം, നിത്യ പ്രമാണം, അത് ഫോളോ ചെയ്തത് കൊണ്ട് അവൻ പരാജയപ്പെട്ടില്ല. പ്രിയമുള്ളവരെ, ആരാധനയുടെ ഒന്നാമത്തെ പ്രമാണമാണ് ദൈവം അബ്രഹാമിന് വെളിപ്പെടുത്തി കൊടുത്തത്. നിന്റെ ബലമായ ദൈവത്തിനെ ഘോഷിക്കുക. ഇന്ന് രാത്രിയിൽ നമ്മുടെ നാവുകളെ ദൈവം തന്നിരിക്കുന്നത്, നമ്മുടെ ശരീരത്തിന് ദൈവം തന്നിരിക്കുന്നത് ആരാധനയുടെ മഹത്വം സമയാസമയങ്ങൾ വെളിപ്പെട്ട് തലമുറയായി ഏകദേശം 100 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും ആരാധിച്ച തലമുറകൾ നശിക്കാതെ നിലനിൽക്കുന്നതിന്റെ കാരണം ഈ വെളിപ്പാട് പ്രാപിച്ചത് കൊണ്ടാണ്. ജീവനുള്ള ദൈവത്തെ ഘോഷിക്കുക എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ഇതാണ്. എന്താണ്? ഞാൻ വലിയ പെരുവെള്ളത്തിന്റെ ഇരച്ചൽ പോലെ കേട്ടത്, വലിയൊരു ഘോഷസ്വരം കേട്ടത്. എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാമിനെ പഠിപ്പിച്ച എവർലാസ്റ്റിംഗ് ലോ, നിത്യ പ്രമാണം, തലമുറയായി ഇങ്ങനെ പിതാക്കന്മാർ സങ്കീർത്തനത്തിലൂടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ പ്രമാണം നിത്യയിലേക്ക് ചെന്ന് ആമേൻ വീണ്ടും ആരാധന തുടങ്ങിയാണ്. ആരാധനയുടെ അടിസ്ഥാന ഘടകം യഹോവയ്ക്ക് ഘോഷസ്വരം മുഴക്കുക,
ആമേൻ, ദൈവത്തെ ആത്മാവോടുകൂടെ സ്തുതിക്കുക എന്നുള്ളതാണ്. അത് വെളിപ്പാട് പുസ്തകത്തിൽ 19 അധ്യായത്തിൽ ഹല്ലേലൂയ, ആമേൻ, ചെറിയവരും വലിയവരും ആമേൻ മഹത്തുക്കളും പറയേണ്ടത് ഹല്ലേലൂയ, സകല ജനവും പറയേണ്ടത് ഹല്ലേലൂയ. ഇന്ന് രാത്രികാല ദൈവത്തിന്റെ പൈതലേ, നിന്റെ കൈ ഒന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? വലത് കരം ഉയർത്തി ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. ഇടത് കരം ഉയർത്തി ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കൈ ഉയർത്തി ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരവും തട്ടി ആമേൻ ഒന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആത്മാവിൽ ഉജാരാധന രബരബ ശൗദല, ഉജാരാധന രബരബ ശംബല രഗദല. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ഈ ആരാധനയുടെ മർമ്മം വെളിപ്പെട്ടത് 100 വർഷങ്ങൾക്ക് മുമ്പ്. ഇന്ന് എവിടെ നോക്കിയാലും പെന്തക്കോസ്ത് സഭകളുടെ ആരംഭമാണ്. അവിടെ ഇവിടെ ഒക്കെ പെന്തക്കോസ്ത് സഭകളുണ്ട്. ഒരു പെന്തക്കോസ്ത് സഭകളും ഇല്ലാതിരിക്കുമ്പോൾ ആരാധന വെളിപ്പെട്ട് അത് പല പല സഭകളായി ഇന്ന് പിരിഞ്ഞ് ആയിരങ്ങളല്ല, പതിനായിരങ്ങളല്ല. വാഗ്ദത്തം, ദ പ്രോമിസ് ഓഫ് ഗാഡ്. ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, നക്ഷത്രങ്ങൾ വീഴും, ആമേൻ, കുന്നുകളും താഴ്വരകളും മാറും. പക്ഷെ മാറ്റമില്ലാത്ത ഒന്നാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. അതിന്ന് ഓർമ്മിക്കുവാനും അത് നമുക്ക് അതിനെ ഇന്ന് ഒരു ഉത്സവമായി കൊണ്ടാടുവാനും ദൈവയുടെ വരുത്തിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിതാക്കന്മാർ കണ്ണുനീരൊഴിച്ചു, കഷ്ടപ്പെട്ടു, കഠിനാധ്വാനം ചെയ്തു, പ്രാർത്ഥിച്ചു. ഒരു നല്ല തലമുറ അവർ വിശ്വാസത്താൽ കണ്ടു. ആ തലമുറകൾ ഇന്ന് ഒത്തിരി ജനറേഷൻസ് ഉണ്ട്. ബീറ്റ് ജനറേഷൻ, ഹിപ്പി ജനറേഷൻ, തള്ളി ഉന്തി വീണ് അവൻ കുലുക്കി തള്ളുന്ന പല ജനറേഷൻസ് ഉണ്ടെങ്കിലും ദൈവത്തിന് സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഹോളി ജനറേഷനാണ്. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു ഹോളി ജനറേഷൻ. ഒരു അനുഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മക്കളെ ചുരുക്കാം. പാസ്റ്റർ ടി സ്റ്റീഫൻ, എൻ്റെ പിതാവും കൂടെ ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ പിതാവിൻ്റെ ഡയറിയിൽ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൻ്റെ പ്രദേശങ്ങളിൽ സുവിശേഷമായി കടന്നുപോയി. ഒരു പരസ്യയോഗത്തിൽ അവിടുത്തെ ചില ശക്തന്മാരായ ആളുകൾ വന്ന് വായ്ക്കകത്ത് മണ്ണ് കയറ്റി ചാണവെള്ളം എന്തോ വായിലൊഴിച്ചു, വസ്ത്രങ്ങളെ വലിച്ചു കീറി, കൊടയടിച്ച് പൊട്ടിച്ചു. രണ്ടുപേരും ആ വൈകിട്ട് ഓടി, സന്ധ്യയിൽ അവരെ ഓട്ടിച്ചു. ഓടി ഓടി അടുത്തൊരു ചിമ്മിനി വിളക്കിൻ്റെ മുമ്പിൽ വന്നു. വസ്ത്രങ്ങളെയൊക്കെ ദേഹമൊക്കെ കഴുകി അവരുടെ സാരിയും തുണിയും ഒക്കെ വാങ്ങി അവർ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. ഞാൻ പറയട്ടെ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച 40 പേരാണ്. ആ സ്ഥലവും ആളുകളുടെ പേരെല്ലാം ഡയറിയിലുണ്ട്. ചില ദിവസങ്ങൾ കഴിഞ്ഞില്ല, 40 പേരിൽ തലവൻ ഇരുന്ന ഇരിപ്പിൽ ഇങ്ങനെ തലയിട്ട് വെട്ടാൻ തുടങ്ങി. വെട്ടി ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ ചത്തു, അവൻ മരിച്ചു. അടുത്ത 39 ഈ വെട്ട ആരംഭിച്ചു. അവരങ്ങനെ അന്യദേവന്റെ അടുക്കൽ ചോദിക്കാൻ ചെന്നു, എന്താണ് ഇത്? അന്യദേവന്മാരുടെ ഏജന്റ് പറഞ്ഞു, ഇത് ശാപമാണ്. ഈ ശാപത്തിന് അവരെ പോയി മാപ്പ് ചോദിച്ചാലേ പരിഹാരമുണ്ടാകത്തുള്ളൂ. ഈ 40-ൽ 39 പേരും ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വന്ന് ഈ 2 പേരെയും കൊണ്ടുചെന്ന ദേശം മുഴുവനും തോളിലെടുത്തുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനിടയായി തീർന്നു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി നാം അനുഭവിക്കുന്ന ഭാഗ്യം എത്ര വലുതാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, സകലതും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ ലോകത്തിൻ്റെ വെളിച്ചമായിരുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. അവൻ്റെ തേജസ് ലോകത്തിൽ വെളിപ്പെട്ടു. കാലത്തിൻ്റെ സമ്പൂർണ്ണതയിൽ മനുഷ്യാവതാരമെടുത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വചനം ജഡമായി തീർന്ന കർത്താവ് നമ്മെ രക്ഷിച്ച് ഇനി നമ്മുടെ തലമുറകൾ ഞാൻ കാണുകയാണ്. ദൈവം അനുവദിച്ചാൽ, കർത്താവ് വരാൻ താമസിച്ചാൽ, സംഘടന
അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തത്തിൻ്റെ അവകാശികളായി ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ ഉയർന്നു വരട്ടെ. കർത്താവിന് കൃപ പകരട്ടെ. ആത്മാവിൻ്റെ വ്യാപാര ശക്തിയിൽ വ്യാപരിക്കട്ടെ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സകല അന്ധകാര ശക്തികളെയും കെട്ടഴിഞ്ഞു മാറിപ്പോയി ദൈവജനം സ്വതന്ത്രരായി തീരേണ്ടതിന് ഈ രാജ്യം ഈ പ്രവർത്തനം കൊണ്ട് അനേക ആത്മാക്കളെ നേടുന്ന ശക്തമായ ഒരു പ്രസ്ഥാനമായി ദൈവം ഉയർത്തിയെടുക്കുവാൻ അതിനെതിരെ പ്രവർത്തിക്കുന്ന സകല അന്ധകാര പൈശാചിക മണ്ഡലങ്ങളെ സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിച്ചുകൊണ്ട് അധോലോകനും സ്വലോകനും ഭൂലോകനും മുട്ടുമടങ്ങുന്ന യേശുവിന്റെ നാമത്തിൽ സ്ത്രീയുടെ സന്തതിയായി കടന്നു വന്ന് പാമ്പിന്റെ തലയെ തകർത്ത യേശുവിന്റെ നാമത്തിൽ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ അകപ്പെട്ട യേശുവിന്റെ നാമത്തിൽ ദൈവനാമമഹത്വത്തിനായി ഇവിടെ നടക്കുന്ന ശുശ്രൂഷയെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. അവസരം എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് May God bless you. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവ ശബ്ദത്തിനായി കാതോർക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.